പുതിയ സർക്കാരിൽ ടീച്ചേഴ്സിന് വളരെയധികം പ്രതീക്ഷയാണ്. എന്താണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എന്താണ് സ്കൂൾ ടീച്ചർ എന്നുള്ള നിലയിൽ പറയാനുള്ളത്? ഇവിടെ വിദ്യാഭ്യാസത്തിന്, സ്കൂളിന്, ടീച്ചേഴ്സിന്, അനധ്യാപകർക്ക് എന്താണ് വേണ്ടത്? അധ്യാപകരും അനധ്യാപകരും എല്ലാം തന്നെ പുതിയ സർക്കാരിനെ വളരെയധികം ആകാംക്ഷയോടെ, അതിനേക്കാളേറെ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ടീച്ചേഴ്സിൻ്റെ ഈ മേഖല തന്നെ, അധ്യാപന രംഗം തന്നെ വളരെയധികം സങ്കീർണതകളോട് കൂടിയതാണ്. എനിക്ക് തോന്നുന്നത് അവരുടെ കുട്ടികളെ വളരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ അവർക്ക് സമയമില്ല. അത്രമാത്രം ഭാരിച്ച മറ്റ് ചുമതലകളാണ് അവർക്ക്. ഇപ്പോൾ തന്നെ സർവീസിലിരിക്കുന്ന, അതായത് സർവീസിൽ നിന്ന് വിരമിക്കാൻ 2-3 വർഷമുള്ളവർക്ക് തന്നെ കേട്ടിട്ട് അതൊന്നും ഒരു ബാധകമല്ല, അവരുടെ സർവീസ് ഒന്നും ഒരു ബാധകമല്ല, കേട്ടിട്ട് പാസ്സായിരിക്കണം എന്നാണ്. പലരും പലതവണ എഴുതി അതിൽ വിജയിക്കാതെ വരുമ്പോൾ അതും അവർക്ക് മാനസികമായിട്ട് വളരെയധികം അതെ. അപ്പോൾ ഇത്ര വർഷം ഒരു സർവീസ് ഉള്ളവരെ അതിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ ടീച്ചേഴ്സിന് അത് വളരെ, അവരെ പ്രായം കണക്കാക്കിയെങ്കിലും ടീച്ചേഴ്സിന് അത് വളരെ ഒരു ആശ്വാസമായിരിക്കും. അതുപോലെ അധ്യാപകർക്ക് ഒരുപാട് മറ്റ് ചുമതലകളുണ്ട് പഠിപ്പിക്കലിനുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പഠിപ്പിക്കുന്ന രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് തരത്തിലുള്ള സർക്കാരിൽ നിന്നുള്ള പലതരം കണക്കുകൾ, അപ്പം ഓരോന്നിൻ്റെ കണക്കുകൾ ചോദിച്ച് വരുമ്പോൾ ആ ലിസ്റ്റ് കൊടുക്കാൻ, കണക്ക് കൊടുക്കാനൊക്കെ ടീച്ചേഴ്സ് അതിൻ്റെ പുറകെ പായാണ്. പലപ്പോഴും എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ്. കുട്ടികളെ കുറച്ചും കൂടി റിലാക്സ്ഡായി ചെയ്ത് പഠിപ്പിക്കാൻ അവർക്ക് സാധിക്കണം. അതേ തരത്തിലുള്ളൊരു ഇതായിരിക്കും. അതെ. പിന്നെ അതുപോലെ തന്നെ മറ്റ് പാഠ്യവിഷയങ്ങളോടൊപ്പം കുട്ടികൾക്ക് ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾക്ക് വളർന്നു വരാൻ അവർ പഠിക്കേണ്ട ചില മൂല്യങ്ങൾ, ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെക്സ് എഡ്യൂക്കേഷൻ, അതൊക്കെ നമ്മുടെ പാഠ്യവിഷയങ്ങളുടെ ഒപ്പം തന്നെ ഒരു പുസ്തകമായിട്ടൊരു ചേർത്ത് തന്നെ പഠിപ്പിക്കേണ്ട, കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ അതാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. അപ്പോൾ കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ തന്നെ അത് പഠിക്കണം. മറ്റൊന്ന്, ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഈ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുക. സ്കൂൾ തുറക്കുന്ന ആദ്യ മാസങ്ങളിൽ തന്നെ എല്ലാ കുട്ടികളുടെയും ഭവനങ്ങൾ അധ്യാപകർ സന്ദർശിച്ചിരിക്കണം നിർബന്ധമാണ്. കാരണം അപ്പോഴേ കുട്ടികളുടെ പശ്ചാത്തലം അവർക്ക് മനസ്സിലാവുള്ളൂ. യൂണിഫോം ഇട്ട് കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ അവരെ മനസ്സിലാക്കാൻ പറ്റില്ല അവരുടെ പശ്ചാത്തലം. അവിടെ ചെല്ലുമ്പോൾ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. കാരണം ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിലാണ് ഇന്ന് മിക്കവാറും സ്കൂളുകളിൽ തന്നെ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബങ്ങളിലൊക്കെ അമ്മമാർ രാത്രി ഉറങ്ങാതെ അവരുടെ അടുത്തിരിക്കുന്ന അനുഭവങ്ങൾ വരെ അമ്മമാർ ഞങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സർക്കാർ മുമ്പ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ബാഗ്, പുസ്തകം, ഇതുപോലുള്ള കുടയൊക്കെ വിതരണം ചെയ്യുന്ന അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അത് മാറ്റിയിട്ട് അവർക്കൊരു സ്വന്തമായി ഭവനങ്ങളില്ലാത്തവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ലൈഫ് മിഷൻ്റെയൊക്കെ പദ്ധതികളുണ്ട്. പക്ഷെ അതിന് കൊടുക്കുന്ന തുക കൊണ്ട് അവർക്കൊന്നും അത് പൂർത്തിയാക്കാനൊന്നും സാധിക്കില്ല. ഒരു പകുതി നില വരെ, പകുതി പണി വരെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ബാക്കി പൈസയ്ക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഞാൻ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് കൂടി തന്നെ എനിക്ക് അതിനെക്കുറിച്ച് നല്ലോണം അറിയാം. വിധവകളായിട്ടുള്ളവർ, പെൺമക്കളൊക്കെ ഉള്ള അമ്മമാരുടെ നിരന്തരം വിളികളുണ്ട്. ഇതിങ്ങനെ ഈ ഒരവസ്ഥയിൽ കിടക്കുകയാണ്. വാർക്കൽ എത്തി കിടക്കാനേ പറ്റുള്ളൂ, വാർക്കലിൻ്റെ ലെവൽ വരെ പറ്റുന്നുള്ളൂ. പിന്നെ ആരെങ്കിലും അവരെ സഹായിക്കണം. അപ്പോൾ അവിടെയും ഒരു അല്പം കൂടി കൂടുതൽ യഥാർത്ഥത്തിൽ അർഹിക്കുന്നവർക്ക് അതിനാവശ്യമുള്ള ഒരു തുക കൊടുത്ത്, പ്രത്യേകിച്ച് പെൺമക്കളുള്ളവർക്ക് ഒരു പരിഗണന, പെൺമക്കൾ മാത്രമുള്ള കുടുംബങ്ങൾക്ക്, അതുപോലെ വിധവകളായിട്ടുള്ളവർക്ക് അവർക്ക് ഒരു സുരക്ഷിതത്വം കണക്കിലെടുത്തിട്ട് അതിനൊരു പരിഗണന കൂടുതൽ കൊടുക്കണം. പിന്നെ കുട്ടികളുടെ സുരക്ഷിതത്വം, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, ഇപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ ഇന്ന് പല രീതിയിൽ 2 തരത്തിലുള്ള കുട്ടികൾക്കും 2 പേർക്കും പലതരത്തിലുള്ള, ആൺകുട്ടികളും ലഹരി ഇതേപോലുള്ള ഉപകരണങ്ങളിൽപ്പെട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നിയമങ്ങൾ, അത് നടപ്പാക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ, വെറുതെ നമ്മളത് പറഞ്ഞാൽ പോരാ, നടപ്പാക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. അതെ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ യുവാക്കളാണ് നാളത്തെ തലമുറ, നമുക്കറിയാം. അവരാണ് വളർന്നു വരുന്നത്. സ്കൂൾ ലെവൽ തുടങ്ങി തന്നെ മാറ്റങ്ങൾ വരണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു, സർക്കാർ സ്കൂളുകളിൽ സേവനങ്ങൾ ധാരാളം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഭവന സന്ദർശനം എന്ന് പറഞ്ഞു. അപ്പോൾ പാവപ്പെട്ട എത്രയോ വീട്ടിലെ കുട്ടികളുണ്ട്. പലയിടത്തും കടം വാങ്ങിച്ചിട്ടായിരിക്കും അവർക്കുള്ളൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ പലപ്പോഴും 1-2 വീട് പറ്റുള്ളൂ. അതിനൊക്കെ സർക്കാർ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്? അതായത് ഇപ്പോൾ പല ഗവൺമെൻറ് സ്കൂളുകളിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ തൊട്ടടുത്തും അല്ലാണ്ട് ഒരുപാട് ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് എയ്ഡുകൾ കൊടുക്കും. പക്ഷേ എയ്ഡഡ് സ്കൂളുകൾക്ക് ഒന്നും തന്നെ ഇല്ലയെന്ന് തന്നെ പറയാം.
അവിടെയാണ് ശരിക്കും എന്നിട്ട് അവർ പലരെയും സമീപിച്ചും പലരിടത്തു നിന്നും ഒക്കെ ആയിട്ട് സ്വരുക്കൂട്ടിയാണ് അവർ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സർക്കാർ സ്കൂളുകളിൽ കൊടുക്കുന്ന അതേപോലത്തെ തന്നെ കുട്ടികൾക്ക് ഈ എയ്ഡഡ് സ്കൂളുകൾക്കും കൊടുക്കണം എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ. അപ്പോൾ അവർക്ക് കുറേ കൂടെ ഭംഗിയായിട്ട് അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അനധ്യാപകർക്ക് എന്തൊക്കെയാണ് ഇവിടെ വേണ്ടത്? അവർക്ക് ഇപ്പോൾ പലരും പല വീടുകളിൽ നിന്ന് വരുന്നവരാണ്, വളരെ സാധാരണക്കാരാണ്. അവർക്ക് വേതനം വർദ്ധിപ്പിക്കണം എന്ന ആവശ്യമുണ്ട്. എങ്ങനെയാണ് അവർക്ക് ഒരു അനധ്യാപകരാണെങ്കിലും അവരാണ് സത്യത്തിൽ ഒരു വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷം ചുറ്റുപാടും പരിസരവും ഒക്കെ ഭംഗിയാക്കി ഇടുന്നതിൽ അവർക്കാണ് ഒന്നാമത്തെ പങ്ക്. കുട്ടികൾ പോകുന്ന ഈ പറഞ്ഞ മറ്റ് അവരുടെ സ്ഥലങ്ങളും എല്ലാം ബാത്റൂമും കാര്യങ്ങളെല്ലാം ഒരു മടിയുമില്ലാണ്ട് അവരാണ് ക്ലീൻ ചെയ്യുന്നതുമെല്ലാം. അപ്പോൾ അവർക്കും അവർക്ക് അർഹിക്കുന്ന തരത്തിലുള്ള പരിഗണന അവർക്കും വേതനത്തിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും അവർക്കും കിട്ടണം. കാരണം അവർ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷം തന്നെ മാറും. ഇപ്പോൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ അതൊക്കെ വളരെ നിർബന്ധമായിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാം പ്ലാസ്റ്റിക് പേപ്പറുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചപ്പ് ചവറുകളോ ഒന്നും കാണുന്നില്ല. കുട്ടികൾ ഒരു ലെവലിൽ അതും ചെയ്യും, പക്ഷേ ഇവരും ചെയ്യും. അപ്പം ഇതെല്ലാം അവരൊരു വിദ്യാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ അധ്യാപകർ. അപ്പോൾ അതെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കണം. ഓക്കെ, ഈ സർക്കാരിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല പറഞ്ഞു കഴിഞ്ഞു. മറ്റ് എന്തൊക്കെയാണ് സ്ത്രീ സുരക്ഷ, വയോജനങ്ങൾക്കുള്ള ആരോഗ്യ മേഖലയ്ക്ക് ഈ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്? ആരോഗ്യ മേഖലയ്ക്ക് വയസ്സായി വരുന്ന ആളുകൾക്ക് ഒക്കെ നമുക്ക് വേണ്ടേ? സ്കൂൾ കഴിഞ്ഞാൽ മറ്റ് മേഖലകളിലേക്ക് എങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം നമ്മളിത് ഒരുപാട് രോഗികൾ ഇത് കൊടുക്കേണ്ടെന്നൊക്കെ പറയെങ്കിലും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, പുറം നാടുകളിലെ പോലെ നമ്മുടെ നാട്ടിലും ഇൻഷുറൻസ് എല്ലാവർക്കും എല്ലാ വ്യക്തികൾക്കും അത് കൃത്യമായിട്ടത് ഉണ്ടെങ്കിൽ ആരോഗ്യ പരിരക്ഷ ഇന്ന് എന്തുമാത്രം രോഗികളാണ് അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാണ്ട് ഇതേപോലെ പലരോടും സഹായം ചോദിച്ചു നമ്മളുടെ അടുത്ത് തന്നെ വരുന്നുണ്ട് പലരും. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പം മറ്റു നാടുകളിലെ പോലെ അതങ്ങോട്ട് നിർബന്ധമാക്കി അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിനുള്ളൊരു സപ്പോർട്ട് അത് തീർച്ചയായിട്ടും വേണം. കാരണം ആരോഗ്യം ഒരു വ്യക്തിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. പിന്നെ അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് ധാരാളം വീടുകളിൽ വയസ്സായ ഒത്തിരി പേരുണ്ട്, മക്കളെല്ലാം പുറത്ത് കഴിയുന്നു, അവർക്കൊക്കെ സുരക്ഷിതത്വം കൊടുക്കണം. അതെ, മക്കൾ പുറത്ത് കഴിയുന്നു, പ്രത്യേകിച്ച് ജോലി ഇല്ലാതിരുന്ന പാരൻസിന്, വൃദ്ധരായിട്ടുള്ളവർക്ക് ജോലിയൊന്നുമില്ല, സ്ഥിരമായിട്ട് വരുമാനമില്ല. ഇപ്പം അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ഒന്നിനും തികയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവർക്ക് മരുന്നിനെങ്കിലും അവർക്കും ഒരു പരിരക്ഷ ഉറപ്പാക്കണം എന്നുള്ളതാണ്.